സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മഞ്ചേശ്വരത്ത് വാഹനാപകടം, ഒരാൾ മരിച്ചു, രണ്ടുപേരുടെ നില ഗുരുതരം. സദാചാര പോലീസ് ചമഞ്ഞ അക്രമം, വിദ്യാർത്ഥിക്ക് പരിക്ക്. റെയിൽവേ യാത്രികർക്ക് ഇനി ഭയപ്പാടില്ലാതെ സഞ്ചരിക്കാം. കാഞ്ഞങ്ങാട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോലീസ് ഹെഡ് പോസ്റ്റ് യാഥാർത്ഥ്യമായി. കേരള സ്റ്റേറ്റ് ബാർബർ ആൻഡ് ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം 21-ന് തുടങ്ങും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ബാർക്കോഴ വിവാദം, ലീഗ് നേതാക്കൾ മധ്യസ്ഥരാകുന്നത് പരിഹാസ്യമെന്ന് സെക്യുലർ കോൺഫറൻസ് നേതാക്കൾ. കലോത്സവ സംഘാടനം പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിന് സമ്മാനിച്ചത് ജനകീയ ഓഡിറ്റോറിയം. കാഞ്ഞങ്ങാട് സൗത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. മഞ്ചേശ്വരത്ത് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് മത്സ്യവ്യാപാരി മരിച്ചു. സ്കൂട്ടർ യാത്രക്കാരനായ ബങ്കര മഞ്ചേശ്വരത്തെ അബ്ദുൾ ഖാദർ കായിഞ്ഞിയാണ് മരിച്ചത്. സ്കൂട്ടറിലുണ്ടായിരുന്ന 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ചൊവ്വാഴ്ച പുലർച്ചെ 6 മണിയോടെയാണ് മഞ്ചേശ്വരം കുഞ്ചത്തൂരിലെ മാസ്കോ ഹാളിന് സമീപത്ത് നാടിനെ നടുക്കിയ അപകടം ഉണ്ടായത്. ഉള്ളാളിലെ പുഴയിൽ നിന്നും മത്സ്യബന്ധനം കഴിഞ്ഞ് സുഹൃത്തുക്കളായ ഹൊസബെട്ടുവിലെ കാത്തിം, ഉപ്പള മൂസോടിയിലെ സിദ്ദിഖ് എന്നിവരോടൊപ്പം ആക്ടീവ സ്കൂട്ടറിൽ തിരിച്ചു വരികയായിരുന്നു അബ്ദുൽ ഖാദിർ. ഈ സ്കൂട്ടറും മംഗലാപുരം എയർപോർട്ടിലേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന സ്വിഫ്റ്റ് കാറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത്. അപകടത്തെ തുടർന്ന് റോഡിലേക്ക് തെറിച്ചു വീണ അബ്ദുൽ ഖാദർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. അപകടത്തെ തുടർന്ന് അബ്ദുൽ ഖാദറിനോടൊപ്പം സ്കൂട്ടറിലുണ്ടായിരുന്ന സുഹൃത്തുക്കളായ കാത്തിമിനും സിദ്ദീഖിനും ഗുരുതരമായി പരിക്കേറ്റു. ഓടിക്കൂടിയ നാട്ടുകാർ 2 പേരെയും മംഗലാപുരം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അബ്ദുൽ ഖാദറിന്റെ മൃതദേഹം മംഗൽപാടി ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. സദാചാര പോലീസ് ചമഞ്ഞ ഗുണ്ട ആക്രമം വീണ്ടും. സഹപാഠിയായ പെൺകുട്ടിയെ ബൈക്കിൽ കയറ്റിയ വിദ്യാർത്ഥിയെയാണ് ആക്രമിച്ചത്. പെരിയ ഗവൺമെന്റ് പോളിടെക്നിക്കിലെ 1ാം വർഷ മെക്കാനിക്കൽ വിഭാഗം വിദ്യാർത്ഥി ആയമ്പറയിലെ കിരൺ ആണ് സദാചാര ഗുണ്ടായുസത്തിന് ഇരയായത്. സഹപാഠിയായ വിദ്യാർത്ഥിനിക്കൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം നടത്തിയത് എന്ന് കിരൺ പറഞ്ഞു. കുണിയക്കടുത്ത് ചെരുമ്പയിൽ വെച്ച് ഓട്ടോയിൽ പിന്തുടർന്ന് ഒരു സംഘം ബൈക്ക് തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിനിടയിൽ ഓടി രക്ഷപ്പെട്ട കിരണിനെ പോലീസ് എത്തിയാണ് ആശുപത്രിയിലെത്തിച്ചത്. സാരമായ പരിക്കുകളോടെ കിരണിനെ പെരിയ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ പ്രവേശിപ്പിച്ചു. ബസ് കാത്തുനിന്ന പെൺകുട്ടിയുടെ ആവശ്യപ്രകാരം ബൈക്കിൽ കയറ്റി വീട്ടിലെത്തിക്കുന്നതിനിടെയായിരുന്നു ആക്രമണമെന്ന് കിരൺ പറഞ്ഞു. ഞാൻ ഓളം കയറ്റിയിട്ട് ടൗണിൽ തന്നെ ഓളം കയറ്റിയിട്ട് പെരട്ടെടുക്കാൻ പോകുന്ന വഴിക്ക് ചെരുമ്പയിലെത്തുമ്പോൾ ഒരു റിക്ഷയിൽ വന്നവർ 6 പേര് എന്നോട് ബൈക്ക് നിർത്താൻ പറഞ്ഞു. ഞാൻ ബൈക്ക് സൈഡാക്കി എന്നോട് ചോദിച്ചു അവിടെ പോകുന്നത്. ഞാൻ പറഞ്ഞു ഇളയപ്പൻ്റെ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ പോകുന്നത്. അടുത്ത പിള്ളേരും കൂടെ ഒക്കെ ആറങ്ങാടിക്ക് കൊണ്ടാണ് ബസ് സമയം വൈകുന്ന കൂടെ എന്നോടൊന്ന് കൊണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ വന്നതെന്ന് പറഞ്ഞു. ഓളോട് ചോദിച്ചപ്പോൾ ഇതേ കാര്യം എന്നോട് പറഞ്ഞു. പക്ഷെ അവർ വിശ്വസിച്ചില്ല. അവരെന്നോട് പറഞ്ഞു നീ മുസ്ലിം പെൺകുട്ടീനെ കൊണ്ടുപോയിട്ട് നീ ആരി നീ ഒരു ഹിന്ദു അല്ലേ, ഞങ്ങൾ മുസ്ലിം പെൺകുട്ടീനെ ബൈക്കിൽ കയറ്റി കൊണ്ടുവന്ന് പറഞ്ഞു. അവർ എൻ്റെ ഒന്നിച്ച് പഠിച്ചിട്ടില്ല പരിചയമെന്ന് പറഞ്ഞു. ആ പറഞ്ഞു പഠിച്ചിട്ടില്ല പരിചയത്തിലാകുമ്പോൾ നീ എല്ലാവരും കൊണ്ടുപോയിച്ചിട്ട് എൻ്റെ മുഖത്തേക്ക് തച്ചപ്പാട് ആടുണ്ടായ ആൾക്കാർ കൂടിയിട്ട് എന്നെ കുറച്ച് പിടിച്ചു മാറ്റി കാര്യം ചോദിച്ചു. അക്രമത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കിരണിനെ യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് സാജിദ് മൗവൽ, മണ്ഡലം പ്രസിഡന്റ് T രാജേഷ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK ബാബുരാജ് തുടങ്ങിയവർ സന്ദർശിച്ചു. സംഭവത്തിൽ ബേക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. റെയിൽവേ യാത്രികർക്ക് അനുഗ്രഹമായി പോലീസ് ഹെഡ് പോസ്റ്റ് യാഥാർത്ഥ്യമായി. പ്രീപെയ്ഡ് ഓട്ടോ സർവീസും നിലവിൽ വന്നു. മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ പോലീസ് ഹെഡ് പോസ്റ്റ് യാഥാർത്ഥ്യമായി. ഇനി യാത്രികർക്ക് മുഴുവൻ സമയം പോലീസിന്റെ സേവനം ലഭ്യമാകും. രാത്രി യാത്രക്കാർക്ക് ഭയപ്പാടില്ലാതെ റെയിൽവേ സ്റ്റേഷനിൽ തങ്ങാം. പിടിച്ചുപറിക്കാരുടെ താവളമായിരുന്ന റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പോലീസ് ഹെഡ് പോസ്റ്റ് എത്തിയത് ദീർഘദൂര യാത്രികർക്കും അനുഗ്രഹമായി. പ്രീപെയ്ഡ് ഓട്ടോ സർവീസും നിലവിൽ വന്നിട്ടുണ്ട്. കാഞ്ഞങ്ങാട് മിഡ് ടൗൺ റോട്ടറി ക്ലബ്ബും ഹോസ്റ്റർക്ക് പോലീസും ചേർന്നാണ് പോലീസ് ഹെഡ് പോസ്റ്റ് ഒരുക്കിയത്. ഹെഡ് പോസ്റ്റിന്റെ ഉദ്ഘാടനം P കരുണാകരൻ MP നിർവഹിച്ചു. 3.5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ തന്നെ കാഞ്ഞങ്ങാട് സ്റ്റേഷൻ മാത്രമായിട്ട് കേന്ദ്രീകരിച്ച് നടത്തി.
ഈ പ്രാവശ്യം റെയിൽവേ ബഡ്ജറ്റിനെ സംബന്ധിച്ച് നമുക്ക് വലിയ വിമർശനമൊക്കെ ഉള്ള സമയത്തും നമ്മുടെ മണ്ഡലത്തെ സംബന്ധിച്ചോ ജില്ലയെ സംബന്ധിച്ചോ ഏകദേശം പറഞ്ഞ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ 4 ROB ആയിരുന്നു എഴുതി കൊടുത്തത്, 4 വന്നിട്ടുണ്ട്. ഇവിടുത്തെ ROB നടപ്പിലാവാത്ത സാഹചര്യത്തിൽ പുതിയൊരു ROB കാഞ്ഞങ്ങാട് പോകണമെന്ന് പറഞ്ഞു, അതും അംഗീകരിച്ചിട്ടുണ്ട്. ഇവിടെ കുശാലങ്ങൾ കാഞ്ഞങ്ങാട് തന്നെ 2 ROB ഉണ്ട്, മഞ്ചേശ്വരത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തൃക്കരിപ്പൂരുമായിട്ട് ബന്ധപ്പെട്ട് അതേപോലെ തന്നെ നമ്മൾ ആവശ്യപ്പെട്ട സർവേ നമ്മൾ ഉദ്ദേശിച്ചത് റെയിൽവേ ബഡ്ജറ്റിന്റെ ആദ്യഘട്ടത്തിൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ എസ് ശ്രീനിവാസ് അധ്യക്ഷനായി. മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ ദിവ്യ, നഗരസഭാ കൗൺസിലർ ഗംഗാ രാധാകൃഷ്ണൻ, മിഡ്ടൗൺ റോട്ടറി ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽ, മിഡ്ടൗൺ റോട്ടറി ക്ലബ് ഭാരവാഹികളായ ഡോക്ടർ സഞ്ജിത്ത്, പി സൈമൺ വില്യംസ്, പി കെ ആസിഫ് തുടങ്ങിയവർ സംസാരിച്ചു. DYSP ഹരിചന്ദ്രൻ നായിക്ക്, CI U പ്രേമൻ, SI ബിജുലാൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് ബാർബർ ആൻഡ് ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ 46-ാം സംസ്ഥാന സമ്മേളനം ഏപ്രിൽ 21 മുതൽ 23 വരെ തീയതികളിൽ കാഞ്ഞങ്ങാട്ട് നടക്കും. സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. കേരള സ്റ്റേറ്റ് ബാർബർ ആൻഡ് ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ 46-ാമത് വാർഷിക സംസ്ഥാന സമ്മേളനം ഏപ്രിൽ 21 മുതൽ 23 വരെ കാഞ്ഞങ്ങാട്ട് നടക്കും. കൊടിമര പതാക ജാഥകൾ, പ്രതിനിധി സമ്മേളനം, കലാകായിക പ്രതിഭകളെ ആദരിക്കൽ, സെമിനാർ തുടങ്ങിയവയും സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും. പ്രതിനിധി സമ്മേളനം പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ കാഞ്ഞങ്ങാട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും അതുപോലെ തന്നെ മന്ത്രി, പ്രതിപക്ഷ ഉപനേതാവ്, 2-3 MLA-മാർ, കാസർഗോഡ് MP, മറ്റ് സാമൂഹിക സാംസ്കാരിക ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം തന്നെ വിവിധ സമ്മേളനങ്ങളായി ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങളുടെ സമ്മേളനത്തിൽ ഞങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, ഇന്ന് കേരളത്തിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് മാലിന്യം. സംസ്ഥാന സമ്മേളനത്തിൽ മന്ത്രി KP മോഹനൻ, P കരുണാകരൻ MP, E ചന്ദ്രശേഖരൻ MLA, K കുഞ്ഞിരാമൻ MLA തുടങ്ങിയവർ പങ്കെടുക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി UN തമ്പി, KE ബഷീർ, TG നാരായണൻ, MP നാരായണൻ, C ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. കലോത്സവത്തിന്റെ സംഘാടന മികവ് പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിന് സമ്മാനിച്ചത് ജനകീയ ഓഡിറ്റോറിയം. ജനകീയ ഓഡിറ്റോറിയം ഉത്സവാന്തരീക്ഷത്തിൽ നാടിന് സമർപ്പിച്ചു. സംഘാടന മികവ് പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിന് സമ്മാനിച്ചത് ജനകീയ ഓഡിറ്റോറിയം. 5 ദിനങ്ങളിലായി നടന്ന ബേക്കൽ ഉപജില്ലാ കലോത്സവത്തിന്റെ മികച്ച സംഘാടനത്തിനൊടുവിൽ മിച്ചം വന്ന തുക ഉപയോഗിച്ച് ഓഡിറ്റോറിയം നിർമ്മിക്കുകയായിരുന്നു. കലോത്സവത്തിന്റെ നടത്തിപ്പിനൊടുവിൽ 2,30,000 രൂപയാണ് മിച്ചം വന്നത്. LP UP വിഭാഗങ്ങളിൽ ഇരട്ടക്കിരീടം നേടിയ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി ഓഡിറ്റോറിയം നിർമ്മിക്കണമെന്ന ആവശ്യത്തോടെ സംഘാടക സമിതി PTA-ക്ക് തുക കൈമാറുകയായിരുന്നു. തുടർന്ന് PTA-യുടെ നേതൃത്വത്തിൽ 3 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഓഡിറ്റോറിയം നിർമ്മിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് CK രവിദാക്ഷൻ ഓഡിറ്റോറിയം നാടിന് സമർപ്പിച്ചു. PTA പ്രസിഡന്റ് B സുരേഷ് അധ്യക്ഷനായി. മികച്ച നേട്ടം കൈവരിച്ച പ്രീ പ്രൈമറി കുട്ടികൾക്ക് ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV കരിയൻ ഉപഹാരങ്ങൾ നൽകി. പഞ്ചായത്ത് അംഗങ്ങളായ വിനോദ് കുമാർ പള്ളേൽവീട്, V നാരായണൻ മാസ്റ്റർ, M ശൈലജ, P ഭാർഗവി തുടങ്ങിയവർ സംസാരിച്ചു. ഹെഡ് മാസ്റ്റർ G ശിവരാജൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി K ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. ബാർക്കോഴ വിവാദത്തിൽ ലീഗ് നേതാക്കൾ മധ്യസ്ഥരാകുന്നത് ലജ്ജാകരമെന്ന് സെക്യുലർ കോൺഫറൻസ് നേതാക്കൾ പറഞ്ഞു. കാഞ്ഞങ്ങാട്ട് വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ബാർക്കോഴ വിവാദത്തിൽ മന്ത്രി മാണിക്ക് സംരക്ഷണ വലയം തീർക്കാനാണ് ലീഗ് നേതാക്കൾ ശ്രമിക്കുന്നതെന്ന് സെക്യുലർ കോൺഫറൻസ് നേതാക്കൾ ആരോപിച്ചു. മാണി ജോർജ് പോരിൽ മധ്യസ്ഥം വഹിക്കാൻ നേതാക്കൾ ശ്രമിക്കുന്നത് പരിഹാസ്യമാണെന്നും നേതാക്കൾ പറഞ്ഞു. ആ കേരളക്കരയിലെ ഇന്ന് കാണുന്ന സൗന്ദര്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഹരിതാഭ ഭംഗി ലഭിക്കുന്നതിന് വേണ്ടി വിലപ്പെട്ട ഒരുപാട് മനുഷ്യ ജീവനുകളുടെയും വിലപ്പെട്ട മനുഷ്യ രക്തത്തിന്റെയും ഒക്കെ വൻമതിലുകെട്ട പ്രതിരോധമുയർത്തിയ പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്തെ ഇടതുപക്ഷ മതേതര പ്രസ്ഥാനങ്ങളും നവോത്ഥാന പ്രസ്ഥാനങ്ങളുമാണ്. നിർഭാഗ്യവശാൽ കേന്ദ്രത്തിൽ ഒരു മതേതര ചേരിയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് 27% വോട്ടുകൾ നേടിക്കൊണ്ട് ഒരു ഫാസിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നതിൻ്റെ പരിണിത ഫലമായി ഈ സംശുദ്ധിയുടെ വിളനിലങ്ങളായിരുന്ന കേരളക്കരയിലെ ഗ്രാമങ്ങൾ പോലും ഇന്ന് വർഗീയതയ്ക്ക് അടിമപ്പെടുന്ന അല്ലെങ്കിൽ വർഗീയതയ്ക്ക് വഴിമാറിക്കൊടുക്കുന്ന ഒരു ദുരന്ത ഭൂമിയായി മാറിയിരിക്കുകയാണ്. 4 വർഷമായി ഇടത് ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന സെക്യുലർ കോൺഫറൻസിനെ LDF-ൽ ഉൾപ്പെടുത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് മാട്ടുമ്പൽ ഹസൻ, ജനറൽ സെക്രട്ടറി ആലി പൂച്ചക്കാട്, ട്രഷറർ PH അബ്ദുൽ ഖാദിർ ഹാജി, മുഹമ്മദ് കുഞ്ഞി മുബാർക്ക് തുടങ്ങിയവർ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് സൗത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. സ്മരണിക പ്രകാശനവും നടന്നു. കാഞ്ഞങ്ങാട് സൗത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 112ാം വാർഷികാഘോഷം സമാപിച്ചു. ദീർഘകാലം അധ്യാപന രംഗത്ത് മികച്ച സേവനം കാഴ്ചവെച്ച സദാരമ, പങ്കജാക്ഷി, BB മോഹൻ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി.
മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ ദിവ്യ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നമ്മൾ പൊതുവെ കാണുന്ന ഒരു കാര്യം തന്നെയാണ് മാർച്ച് മാസം നമ്മുടെ പഠനത്തിന്റെ ആ ഒരു കഠിനമേറിയ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു മോചനം എന്നുള്ള രീതിയിൽ അതിന്റെ അവസാനം നമ്മൾ വാർഷികാഘോഷം സംഘടിപ്പിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഏകദേശം എല്ലാ വിദ്യാലയങ്ങളും വാർഷികങ്ങൾ ആഘോഷിച്ച് അതിന്റെ അവസാന സ്റ്റേജിലാണ്. പക്ഷേ ഇവിടെ നമ്മൾ പ്രധാനമായി നടത്തുന്ന നമ്മുടെ യാത്രയപ്പ് സമ്മേളനം നമ്മുടെ അധ്യാപകരുടെ ജീവിതത്തിന്റെ ഏകദേശം 3/4 ഭാഗവും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ചെലവഴിച്ച ആ അധ്യാപകർ അവരുടെ ആ ജോലി നമുക്കറിയാം വിരമിക്കൽ എന്നുള്ളത് ഒരു ഗവൺമെന്റ് ജോലിയെ സംബന്ധിച്ച് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. DDC രാഘവൻ മുഖ്യാതിഥിയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ശോഭ അധ്യക്ഷയായി. ഹെഡ്മാസ്റ്റർ KV ജനാർദ്ദനൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. എഴുത്തുകാരൻ പ്രഭാകരൻ കാഞ്ഞങ്ങാട് സ്മരണിക പരിചയപ്പെടുത്തി. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ C ജാനൈക്കുട്ടിൽ നിന്നും സ്കൂൾ ലീഡർ MV വൈശാഖ് സ്മരണിക ഏറ്റുവാങ്ങി. കൗൺസിലർമാരായ അസൈനാർ കല്ലൂരാവി, M മാധവൻ, സുശാന്ത്, VV രമേശൻ, അഡ്വക്കേറ്റ് PK ചന്ദ്രശേഖരൻ, കൊവ്വൽ ദാമോദരൻ, TK ഇബ്രാഹിം, KK വത്സരൻ, കൃഷ്ണൻ പനങ്കാവ്, M അസ്നാർ, വിവേക് സുധാകരൻ, DV ബാലകൃഷ്ണൻ, ചന്ദ്രൻ പനങ്കാവ്, HS വിജയലക്ഷ്മി, KT വാസന്തി, സ്വാതി AS, KC പവിത്രൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ PTA പ്രസിഡന്റ് KV ദാമോദരൻ സ്വാഗതം പറഞ്ഞു. ഹോസ്ദുർഗ് UBMC ചർച്ച് LP സ്കൂൾ വാർഷികാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഹോസ്ദുർഗ് UBM ചർച്ച് ALP സ്കൂളിന്റെ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ K ദിവ്യ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. എല്ലാ വിദ്യാലയങ്ങളും വാർഷികാഘോഷങ്ങൾ നടത്തുന്ന ഇന്ന് അധ്യയന വർഷത്തിന്റെ അവസാനമാണ്. ഇന്നാവുമ്പോഴേക്കും തീർക്കാനുള്ള വെപ്രാളത്തിലാണ്. എല്ലാ സ്കൂളുകളും ഇന്ന് വാർഷികങ്ങൾ ആഘോഷിക്കുന്നു. ആ ഒരു വേളയിലാണ് നമ്മുടെ സ്കൂളും വാർഷികാഘോഷം ഇന്നിവിടെ നടത്തുന്നത്. നമുക്കറിയാം, നേരത്തെ PTA പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ മേഖലയിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വിദ്യാലയമാണ് UBMC. PTA പ്രസിഡന്റ് സുകുമാരൻ പൂച്ചക്കാട് അധ്യക്ഷനായി. ഹോസ്ദുർഗ് AO TM സദാനന്ദൻ വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്തു. SRG കൺവീനർ M രാജീവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ ഉദയരാജ് കൗൺസ്, ഫാദർ സജിത് ദാസ് കോറോത്ത്, K ഗ്രീഷ്മ, മദർ PTA പ്രസിഡന്റ് K നിഷ, സ്കൂൾ ലീഡർ P ആദിത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. PV ചന്ദ്രൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി K ദിനേഷ് കുമാർ നന്ദിയും പറഞ്ഞു. പടന്നക്കാട് നെഹ്റു കോളേജിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. കോളേജ് കോൺഫറൻസ് ഹാളിലായിരുന്നു യാത്രയയപ്പ് യോഗം. I think the tenure of Dr. A. Muralidharan as the principal has to be considered as a golden period in the history of Nehru Arts and Science College. We have lots of academic achievements in different fields during his tenure. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ A. മുരളീധരൻ, ചരിത്രം, സ്റ്റാറ്റിസ്റ്റിക്സ് പഠന വകുപ്പ് അധ്യക്ഷന്മാരായ പ്രൊഫസർ V. കുട്ടിയൻ, ഡോക്ടർ TM സുരേന്ദ്രൻ നായർ എന്നിവർക്കാണ് യാത്രയെ ഒരുക്കിയത്. കോളേജ് മാനേജർ ഡോക്ടർ K. വിജയരാഘവൻ അധ്യക്ഷനായി. വിരമിക്കുന്ന അധ്യാപകർക്ക് ഉപഹാരം സമ്മാനിച്ചു. നമ്മുടെ കോളേജിലുള്ള അധ്യാപകരുടെ കഴിവെന്തെന്ന് മനസ്സിലാക്കാൻ കൂടിയാണ് ഈ ജേണൽ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത്. ഡോക്ടർ K. രാജൻ, നെഹ്റു മെമ്മോറിയൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി സെക്രട്ടറി K. രാമനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ A. ഗംഗാധരൻ നായർ, ട്രഷറർ VP ദിവാകരൻ നമ്പ്യാർ, PTA വൈസ് പ്രസിഡന്റ് ഡോക്ടർ P. പ്രഭാകരൻ, സെക്രട്ടറി ഡോക്ടർ K. സുരേഷ് കുമാർ, ഓഫീസ് സൂപ്രണ്ട് PV ബേബിചന്ദ്രിക എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപകർ മറുപടി പ്രസംഗം നടത്തി. ശതാബ്ദി ആഘോഷ നിറവിൽ മൊഗ്രാൽ സ്പോർട്സ് ക്ലബ്. ക്ലബിന്റെ 100ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിരവധി ഫുട്ബോൾ താരങ്ങളെ വാർത്തെടുത്ത മൊഗ്രാൽ സ്പോർട്സ് ക്ലബ്ബ് ശതാബ്ദി ആഘോഷത്തിനൊരുങ്ങുന്നു. 100ാം വാർഷികത്തിന്റെ ഭാഗമായി 2017 ജനുവരി 1 മുതൽ ഒരു വർഷക്കാലം നീണ്ടുനിൽക്കുന്ന വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ഏപ്രിൽ ആദ്യവാരം ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പും ഈ വർഷാവസാനം സംസ്ഥാനതല ഫുട്ബോൾ ടൂർണമെന്റും സംഘടിപ്പിക്കും. ആഘോഷത്തിന്റെ ഭാഗമായി ഒരു വർഷത്തേക്ക് ശുക്രിയ ട്രാവൽസ് ദുബായുമായി സ്പോൺസർഷിപ്പ് കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണെന്നും ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു. ക്ലബ്ബ് ഭാരവാഹികളായ K. സലീം, ആഷിഫ് ഇക്ബാൽ, TM നവാസ്, ഷിഹാബ് ശുക്രിയ, സൈഫുൽ റഹ്മാൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. നവജാത ശിശുവിന്റെ ജഡം നഗരത്തിൽ കണ്ടെത്തിയെന്ന വാർത്ത പരിഭ്രാന്തി പടർത്തി. പോലീസ് എത്തി വിശദമായി പരിശോധിച്ചപ്പോഴാണ് ജഡം പട്ടിക്കുട്ടിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞത്.
കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിലെ യാത്രക്കാരുടെ ഇരിപ്പിടത്തിനു മുകളിലാണ് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ ജഡം കണ്ടെത്തിയത്. നവജാത ശിശുവിന്റേതാണെന്ന അഭ്യൂഹം പരന്നതോടെ പോലീസും മാധ്യമപ്രവർത്തകരും എത്തി. വിവരമറിഞ്ഞ് വൻ ജനാവലിയും തടിച്ചുകൂടി. അഴുകി തുടങ്ങിയിരുന്ന മൃതദേഹം ഇൻക്വസ്റ്റ് നടത്താൻ ഡോക്ടർ തയ്യാറെടുക്കുമ്പോഴാണ് ജഡം പട്ടിക്കുട്ടിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞത്. AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിന്റെ 92ാം വാർഷികാഘോഷം നടന്നു. 2014-15 അധ്യയന വർഷത്തിൽ മികച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മേലാങ്കോട്ട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിന്റെ 92ാം വാർഷികാഘോഷവും സ്കൂൾ തല മികവുത്സവവും വിവിധ പരിപാടികളോടെ നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോറടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ C ജാനകിക്കുട്ടി അധ്യക്ഷയായി. ചടങ്ങിൽ 2014-15 വർഷത്തെ സ്കൂൾ ആകാശവാണി പ്രതിവാര ക്വിസ് മത്സരത്തിലെ വിജയികൾക്ക് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സൗമിനി കല്ലത്ത് ക്യാഷ് അവാർഡ് നൽകി. അധ്യയന വർഷത്തിലെ മികച്ച വിദ്യാർത്ഥിനികൾക്ക് ഹോസ്ദുർഗ് AEO TM സദാനന്ദൻ ഉപഹാരം നൽകി അനുമോദിച്ചു. V ശ്രീജിത്ത്, T രവീന്ദ്രൻ, P ലീല, ദീപ്തി സുനിൽകുമാർ, ശ്രീഷ്മ K, ആശ PR, P കണ്ണൻ എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ കാണാൻ നിരവധി രക്ഷിതാക്കളും നാട്ടുകാരും ഒത്തുചേർന്നു. പൂരമാല ചൊല്ലി 18കാരനായ വിദ്യാർത്ഥി പൂരക്കളി രംഗത്ത് അരങ്ങേറ്റം കുറിച്ചു. പിലിക്കോട് സ്വദേശിയും BA സംസ്കൃതം വിദ്യാർത്ഥിയുമായ CK അഭിനന്ദാണ് തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ പൂരമാല ചൊല്ലിയത്. ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രം നാൽപ്പാടിയുടെ പണിക്കരായാണ് പിലാത്തറ ഭാരതീയ സംസ്കൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയായ അഭിനന്ദ് ഭഗവതിയുടെ തിരുനടയിൽ പൂരക്കളി തുടങ്ങിയത്. ശക്തി, ഗണപതി വന്ദനം, സരസ്വതി സ്തുതി, കൃഷ്ണസ്തുതി എന്നീ ശ്ലോകങ്ങൾ ചൊല്ലി പൂരക്കളിയിലെ 18 നിറങ്ങളും പാടിക്കളിച്ചു. തുടർന്ന് ദേവീദേവന്മാരെ സംബന്ധിച്ച പദ്യം ചൊല്ലിയാണ് കളി തൊഴുതതും ചടങ്ങ് അവസാനിപ്പിച്ചതും. രാമവില്യം കഴകത്തിന്റെ ഉപക്ഷേത്രമായ കൂലേരി മുണ്ടയിലെ മറത്തുകളി പണ്ഡിതൻ ചന്തേര നാരായണൻ പണിക്കരുടെ നേതൃത്വത്തിലാണ് പൂരമാല ചടങ്ങ് നടന്നത്. കഴിവും പാണ്ഡിത്യവും മാറ്റുരയ്ക്കുന്ന ഈ രംഗത്തേക്ക് പുതുതലമുറ കടന്നുവരാൻ മടിക്കുന്നു എന്ന സാഹചര്യം നിലനിൽക്കെ അഭിനന്ദിന്റെ അരങ്ങേറ്റം കാണാൻ നിരവധി പേരെത്തി. പ്രശസ്ത മറത്തുകളി പണ്ഡിതൻ, ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് കൂടിയായ എടാട്ടുമലിലെ P ഭാസ്കരൻ പണിക്കരാണ് അഭിനന്ദിന്റെ ഗുരുനാഥൻ. പിലിക്കോട്ടെ CK രഘുനാഥ് രജനി ദമ്പതികളുടെ മകനാണ്. ജാതിമതഭേദമന്യേ തീരദേശ ജനത സംഘാടകരായും പങ്കാളികളായും നിറഞ്ഞുനിന്ന ഉത്സവം സമാപിച്ചു. മരക്കാപ്പ് കടപ്പുറം മൂകാംബികാ ദേവി ക്ഷേത്രത്തിലെ 16 ദിവസത്തെ ഉത്സവമാണ് കൊടിയിറങ്ങിയത്. തന്ത്രി തെക്കിനേടത്ത് തരണനല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് ഉത്സവ ചടങ്ങുകൾ നടന്നത്. പുനഃപ്രതിഷ്ഠ, നവീകരണ, ബ്രഹ്മകലശ, ധ്വജപ്രതിഷ്ഠ, കൊടിയേറ്റ ഉത്സവങ്ങൾ ഇത്രയും ദിവസങ്ങൾക്കിടെ നടന്നു. തിങ്കളാഴ്ച രാവിലെ ആറാട്ടുബലി നടന്നു. കടപ്പുറത്തായിരുന്നു ഭക്തി നിർഭരമായ ആറാട്ട്. ആറാട്ട് തിരിച്ചെഴുന്നള്ളിയ ശേഷം കൊടിയിറക്കി. നവകം, പഞ്ചഗവ്യം, കലശപൂജ, കലശാഭിഷേകം എന്നിവയും നടത്തി. ഉച്ചപൂജയ്ക്ക് ശേഷം അന്നദാനത്തോടെ സമാപിച്ചു. 16 ദിവസങ്ങളിലായി 10,000ങ്ങളാണ് ഉത്സവ ചടങ്ങുകൾ പങ്കെടുക്കാൻ ക്ഷേത്രത്തിലെത്തിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഞ്ചേശ്വരത്ത് വാഹനാപകടം, ഒരാൾ മരിച്ചു, 2 പേരുടെ നില ഗുരുതരം. സദാചാര പോലീസ് ചമഞ്ഞ അക്രമം, വിദ്യാർത്ഥിക്ക് പരിക്ക്. റെയിൽവേ യാത്രികർക്ക് ഇനി ഭയപ്പാടില്ലാതെ സഞ്ചരിക്കാം. കാഞ്ഞങ്ങാട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോലീസ് ഹെഡ് പോസ്റ്റ് യാഥാർത്ഥ്യമായി. കേരള സ്റ്റേറ്റ് ബാർബർ ആൻഡ് ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം 21-ന് തുടങ്ങും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ.
ബാർക്കോഴ വിവാദം ലീഗ് നേതാക്കൾ മധ്യസ്ഥരാകുന്നത് പരിഹാസ്യമെന്ന് സെക്യുലർ കോൺഫറൻസ് നേതാക്കൾ. കലോത്സവ സംഘാടനം പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിന് സമ്മാനിച്ചത് ജനകീയ ഓഡിറ്റോറിയം. കാഞ്ഞങ്ങാട് സൗത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.